വാലന്റൈൻസ് ഡേ നമ്മുടെ ചുറ്റുമുള്ള ലവ് ബേർഡ്സിന് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു നിർബന്ധിതമായ റൊമാൻസ് ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ ഒരു ഡ്രസ് ഫ്ലവർ ചോക്ലേറ്റ് മാർക്കറ്റ് ഫെസ്റ്റിവൽ എന്നോ പല ബിസിനസ്സുകളുടെയും ക്യാഷ് രജിസ്റ്റേഴ്സ് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് ലവ് ഫെസ്റ്റിവൽ എന്നോ ഒക്കെ പറയുന്ന ഒരു ദിവസം. പക്ഷേ ഈ ഒഴുക്കിൽ ഒന്നും പെട്ടുപോകാതെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ ഇല്ലാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ലവേഴ്സ് മാത്രമല്ലല്ലോ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്, അല്ലാത്തവർക്ക് ഒറ്റയ്ക്ക് ആഘോഷിക്കാം. സോ ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, ടേക്ക് ദിസ് ആസ് എ സൈൻ ടു സ്റ്റാർട്ട് യുവർ ജേർണി ഓഫ് സെൽഫ് ലവ്. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ഡേറ്റിന് പോവാം അല്ലേ? ഒരു ഡേറ്റിന് പോകുമ്പോൾ എങ്ങനെയാ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ഏറ്റവും കോൺഫിഡൻസ് തരുന്ന ഒരു ഡ്രസ്സ് ഇട്ട് റെഡിയായി ഇഷ്ടമുള്ള ആളുടെ കൂടെ പുറത്തു പോയി ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോയി ടൈം സ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇട്ട്, അല്ലെങ്കിൽ ഏറ്റവും കോൺഫിഡൻസ് തരുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് വേണ്ടിയിട്ട് റെഡിയായി ഇഷ്ടമുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോവോ, ഒരു മീല് കഴിക്കുകയോ, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു മൂവിക്ക് പോവോ, കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തോട്ട് ഡ്രൈവ് പോവോ ഒക്കെ ചെയ്യാം. ഇനി ഇതൊന്നും പറ്റാത്തൊരവസ്ഥയാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിലോ, യൂട്യൂബ് ഉണ്ടല്ലോ, നല്ലൊരു റെസിപ്പിയൊക്കെ നോക്കി ഒരു ഇഷ്ടമുള്ള സോങ്സിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി റിലാക്സ് ചെയ്ത് കുക്ക് ചെയ്ത് നമ്മുടെ റൂമോ വീടോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കാണാൻ ബാക്കി വെച്ച ആ ഒരു സിനിമ അതെടുത്ത് കണ്ട് കുറച്ചു നേരം നമുക്കായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് ഈ ലവ് ബിസിനസ്സിലുള്ളൊരു പരിപാടിയാണ് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ വാലന്റൈൻസ് ഡേക്ക് പാർട്ട്ണർക്കോ വേറെ ആർക്കും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാതെ നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം, പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ചൊരു സാധനം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യുക, അതും ഒരു സെലിബ്രേഷനാണ്. ഇനി മൂന്നാമതായിട്ട് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്ക് എന്നെ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഞാൻ സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പാർലറിൽ പോയി മേ ബി ഒരു ഹോട്ട് ഓയിൽ മസാജോ, ഒരു ഹെയർ സ്പായോ, ഒരു ഫേഷ്യലോ ഒക്കെ ചെയ്യും. ഇനി ഇതൊന്നും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ വീട്ടിലിരുന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും. എന്നെ തന്നെ ഒന്ന് പാമ്പർ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ കൊള്ളാലോ എന്ന് വരുന്ന ഒരു തോന്നലുണ്ടല്ലോ, അതാണ് എൻ്റെ സെലിബ്രേഷനും എൻ്റെ സന്തോഷവും. ഇനി ഇതൊന്നിനും താല്പര്യമില്ലാതെ, ഇതൊന്നും ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിലോ, നമ്മളെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. അതാരാ? നമ്മുടെ പേരൻസ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്. പേരൻസിനെ ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്യോ, അല്ലെങ്കിൽ അവരെ ഒന്ന് വിസിറ്റ് ചെയ്യോ, അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യോ ഒക്കെ ചെയ്യാം. തൊട്ടടുത്തുണ്ടായിട്ട് പോലും തിരക്ക് കാരണം വിളിക്കാൻ പറ്റാത്തതും വിസിറ്റ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും. അവരുടെ കൂടെ പോയി ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒരു സെലിബ്രേഷനാണ്. അല്ലെങ്കിലും പങ്കുവയ്ക്കുമ്പോഴല്ലേ സ്നേഹം വളരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് എന്നെ തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ എനിക്കൊന്ന് സന്തോഷിക്കണമെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന് വാലന്റൈൻസ് ഡേ ഒന്നും നോക്കി ഞാൻ ഇരിക്കാറില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കും ആകാം. ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാം, സ്നേഹിക്കാം. വാലന്റൈൻസ് ഡേ എന്നുള്ളത് ലവേഴ്സിന് മാത്രമായിട്ടുള്ളൊരു ദിവസമല്ല, നമ്മളെ തന്നെ പാമ്പർ ചെയ്യാനും സ്നേഹിക്കാനും കെയർ ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ദിവസമാണ്. ഒപ്പം നമ്മൾ ഒരിക്കലും നമ്മളെ അവഗണിക്കാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടി ആകട്ടെ. സോ ഹാപ്പി വാലന്റൈൻസ് ഡേ.